പൈസകൾ കടം വാങ്ങിയും നാട്ടുകാർ കമ്മിറ്റി ഉണ്ടാക്കി പിരിവെടുത്തും ജനങ്ങളെ ചികിത്സിക്കുന്ന ഒരു നാടായി കേരളം മാറിയിരിക്കുന്നു. ആരാണ് ഇതിന്റെ ഉത്തരവാദി? കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ ഹെൽത്ത് മിഷൻ വഴി കോടികളുടെ സഹായം സംസ്ഥാനത്തെത്തുമ്പോഴും ആ പണം പോലും മര്യാദക്കൊന്ന് ചിലവഴിക്കാൻ, അതിന് വഴിയൊരുക്കാൻ പോലും തയ്യാറാകാതെ നിൽക്കുന്ന ഗവൺമെന്റും ആരോഗ്യ വകുപ്പുമാണ് കേരളത്തിലുള്ളത്. മഞ്ചേരിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ജില്ലയാണ് നമ്മുടെ മലപ്പുറം ജില്ല. 51 ലക്ഷത്തി ചില്ലാനം ജനമാണ് ഇവിടെ താമസിക്കുന്നത്. 2011 സെൻസസ് അവസാനമായി നടന്നത്. ആ സെൻസസിലെ കണക്ക് പ്രകാരം, കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം 45 ലക്ഷം ജനം ഈ ഒരു ചെറിയ ജില്ലയിൽ താമസിക്കുകയാണ്. ആ 11 കണക്ക് പരിശോധിച്ചാൽ കഴിഞ്ഞ 14 കൊല്ലത്തെ വർധനവ് ഈ പറയുന്ന ജനസംഖ്യ വകുപ്പ് തന്നെ കണക്കാക്കുന്നത് 13.46% ജനസംഖ്യാ വർധനവ്. ആ വർധനവ് കൂടി കണക്കാക്കുമ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്ന 2025 ജൂൺ മാസത്തിലെ കണക്ക് പരിശോധിച്ചാൽ 51 ലക്ഷത്തി ചില്ലാനം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ജില്ലയാണ് ഈ മലപ്പുറം. ഈ മലപ്പുറത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോഴാണ് എത്രമാത്രം അനീതിക്ക് വിധേയമാകുന്ന ഒരു ജില്ലയും ജനങ്ങളുമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. നമ്മുടെ തൊട്ടടുത്ത ജില്ല വയനാട് ജില്ലയാണ്. ഈ പറയുന്ന 2025 സെൻസസ് കണക്കാക്കിയാൽ ഏകദേശം 8.25 ലക്ഷം ജനങ്ങളാണ് ഈ പറയുന്ന വയനാട് ജില്ലയിലുള്ളത്. അവിടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. മറ്റൊരു ജില്ല നമ്മുടെ പത്തനംതിട്ട ജില്ലയാണ്. അവിടെ 14 ലക്ഷത്തി ചില്ലാനം ജനങ്ങൾ ആണ് താമസിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിക്കുന്ന അതേ സമയത്താണ് നമ്മുടെ മലപ്പുറം ജില്ലക്കും മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ തീരുമാനമെടുക്കുന്നത്. പക്ഷേ അന്ന് തീരുമാനിച്ച പാലക്കാടും പത്തനംതിട്ട ഭൂമി കണ്ടെത്തി ഈ പറയുന്ന മെഡിക്കൽ കോളേജുകൾ സൃഷ്ടിച്ച് പുതിയ സംവിധാനം ഒരുക്കിയപ്പോൾ നമ്മുടെ 4-1 ജനം താമസിക്കുന്ന പത്തനംതിട്ടക്ക് സൗകര്യമൊരുക്കുമ്പോ 51 ലക്ഷം ജനങ്ങൾ താമസിക്കുന്ന, അതും സാധാരണക്കാരും ഇടത്തരക്കാരും മലയോര കർഷകരും ആദിവാസികളും തിങ്ങിപ്പാർക്കുന്ന ഈ ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് പുതുതായി സ്ഥാപിക്കുന്നതിന് പകരം ചെയ്ത പണി ഇവിടെ ആകെ ഉണ്ടായിരുന്ന നമ്മളെ നിൽക്കുന്ന ഈ ആശുപത്രി മറ്റൊരു ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജാക്കി ഉയർത്തുന്നു എന്നൊരു ബോർഡ് ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. ആ ബോർഡ് സ്ഥാപിച്ചതിലപ്പുറം ഈ ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള ഒരു നടപടികളും ഈ ഗവൺമെന്റ് നടത്തിയില്ല എന്ന് മാത്രമല്ല, സാധാരണ ഒരു മെഡിക്കൽ കോളേജിനുണ്ടാകുന്ന ഡിപ്പാർട്ട്മെന്റുകളിൽ 4-1 പോലും നമ്മൾക്ക് അനുവദിച്ചില്ല. ഇപ്പോഴും ഒരു ജില്ലാ ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് പോലും ഉയരാതെ നിൽക്കുന്ന കേരളത്തിലെ മെഡിക്കൽ ഏരിയയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജായിട്ടാണ് ഇപ്പോഴും മഞ്ചേരി മെഡിക്കൽ കോളേജ് നിൽക്കുന്നത്. എന്താണ് ഇതെന്നൊന്ന് മനസ്സിലാക്കേണ്ടത്. കേരളത്തിന്റെ ജനസംഖ്യയുടെ ഏകദേശം 20 ലക്ഷം ജനങ്ങൾ ഈ ജില്ലയിൽ താമസിക്കുകയാണ്. അവർ നൽകുന്ന നികുതി പണം ഈ ജില്ലയിൽ നിന്ന് പിരിച്ചെടുത്തു കൊണ്ടുപോയി മറ്റു ജില്ലകളിൽ വിഭജിച്ച് അവിടെ പുരോഗതി ഉണ്ടാക്കുമ്പോൾ ഇവിടെ പാവപ്പെട്ട മനുഷ്യർക്ക് അത്താണിയായി ഉണ്ടായിരുന്ന ഒരു ജനറൽ ഹോസ്പിറ്റലിനെ പോലും ഇവിടുന്ന് പറിച്ചു നടാനുള്ള മനുഷ്യത്വഹീനമായ ഒരു കാലത്തും നമ്മൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത മറ്റു മെഡിക്കൽ കോളേജുകൾക്ക് കൊടുക്കുന്ന സൗകര്യത്തിന്റെ 4-1 പോലും 51 ലക്ഷം ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട ഈ ജില്ലയിൽ യഥാർത്ഥത്തിൽ ഈ മെഡിക്കൽ കോളേജ് നടന്നു പോകുന്നത് തന്നെ
ഈ ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെയും പ്രൊഫസർമാരുടെയും നഴ്സുമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും പിന്തുണയുള്ളത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഈ മലപ്പുറം ജില്ലയിൽ ഒരു അര മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ കാൽ മെഡിക്കൽ കോളേജിന്റെ സൗകര്യമെങ്കിലും ഇവിടെ നടന്നു പോകുന്നത്. ആ സൗകര്യത്തെയാണ് പറിക്കാൻ പോകുന്നത്. എങ്ങോട്ടേക്കാണ് ഇത് പറിച്ചു നടുന്നത്? ഈ ജില്ലയുടെ പടിഞ്ഞാറൻ അതിർത്തിയായ താനൂരിലേക്ക് കൊണ്ടുപോകും. ഈ ജില്ലയിലെ മനുഷ്യർ തന്നെയാണ് ഈ ജില്ലയുടെ പടിഞ്ഞാറൻ അതിർത്തിയായ തിരൂരിലും താനൂരിലും തവനൂരിലും പൊന്നാനിയിലും കോട്ടക്കലുമൊക്കെ ജീവിക്കുന്നത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ആ പ്രശ്നത്തെ പരിഹരിക്കേണ്ടത് ആ 6-7 മണ്ഡലങ്ങളിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങൾക്ക് അവർക്ക് ആശ്വാസമാകുന്ന രീതിയിൽ അവിടുത്തെ ജില്ലാ ആശുപത്രിയെ പുനരുദ്ധരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ മറ്റൊരു താലൂക്ക് ആശുപത്രിക്ക് അവിടെ രൂപം നൽകി ആ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് സ്വാഭാവികമായും ചെയ്യേണ്ട നീതി. പക്ഷെ കേട്ടുകേൾവിയില്ലാത്ത തീരുമാനമാണ്. ഈ പറയുന്ന ഈ ജില്ലയുടെ 8ഓളം നിയോജക മണ്ഡലങ്ങളിലെ ഏകദേശം 30-35 ലക്ഷം ജനങ്ങൾ നേരിട്ട് ആശ്രയിക്കുന്ന ഈ ആശുപത്രിയെ എന്തു നിലക്ക്, എന്ത് നീതിയുടെ അടിസ്ഥാനത്തിൽ, എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിൽ പറിച്ചു നടുന്നു എന്നത് വിശദീകരിക്കാൻ ഈ ഗവൺമെന്റിനോ ആരോഗ്യമന്ത്രിക്കോ താനൂരിനെ പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രിക്കോ ഇന്നുവരെ സാധിച്ചിട്ടില്ല. അതിശക്തമായ എതിർപ്പ് ഉയരേണ്ട ഈ വിഷയത്തിൽ, അതിശക്തമായി ഇതിനെ എതിർക്കപ്പെടേണ്ട ഈ ഘട്ടത്തിൽ എതിർക്കപ്പെടാൻ അതിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഒരു വാക്ക് പോലും മലപ്പുറം ജില്ലയിലെ 51 ലക്ഷം ജനങ്ങൾ ഇന്നുവരെ കേട്ടിട്ടില്ല. എന്താണ് ഈ നിലപാട്? ആർക്കു വേണ്ടിയാണ് ഇത് പറിച്ചു നടുന്നത്? ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും നമുക്കറിയാം, മുമ്പ് കിട്ടിയിരുന്ന സൗകര്യങ്ങൾ നമുക്കില്ല. കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ എല്ലാവിധ യന്ത്ര സാമഗ്രികളും വാങ്ങി സർക്കാർ സ്ഥാപിച്ചിട്ടുണ്ട്. എന്താണിത് പ്രവർത്തിക്കാത്തത്? 10 കോടി രൂപ ചെലവഴിച്ച് ഒരു സ്കാനിംഗ് മെഷീൻ വാങ്ങി കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ സ്ഥാപിച്ചാൽ ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം ഇത് കുഴപ്പമില്ലാതെ പ്രവർത്തിക്കും. 4ാമത്തെ മാസം ഇതിന് ചില പ്രതിസന്ധികൾ തുടങ്ങും. ഡെയിലി നടക്കുന്ന സ്കാനിംഗ് നിലക്കും. പിന്നീട് അത് ആഴ്ചകളിലാകും. ഒരു 6 മാസമാകുമ്പോഴേക്കും ഈ പറയുന്ന സ്കാനിംഗ് മെഷീനുകൾ പ്രവർത്തിക്കുന്ന രീതിയെ അവസാനിക്കും. ആരാണ് ഈ മെഷീനുകൾ കേടുവരുത്തുന്നത്? ആരാണ് ഈ മെഷീനുകളുടെ ഫീസുകൾ വലിച്ചു വരുന്നത്? ലാബുകളും അങ്ങനെ തന്നെ, എക്സ്റേ മെഷീനുകളും അങ്ങനെ തന്നെ, എല്ലാം ഭാഗികമായി മാത്രം പ്രവർത്തിക്കുന്ന യന്ത്ര സാമഗ്രികളായി മാസങ്ങൾ കൊണ്ട് എന്തുകൊണ്ട് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ മെഷീനുകൾ മാത്രം ഇങ്ങനെ മാറുന്നു? ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങളെ എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റിനെ കണ്ടെത്താൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾക്കും താലൂക്ക് ആശുപത്രികൾക്കും എന്തിനേറെ പറയുന്നു PHCകൾക്ക് മുന്നിലും ഈ 100 കണക്കിനായിട്ടുള്ള സ്കാനിംഗ് സെന്ററുകളും മെഡിക്കൽ ലാബുകളും എങ്ങനെയാണ് ഉയർന്നു വരുന്നത്? എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്? സർക്കാർ കോടികൾ ചെലവഴിച്ച മെഷീനുകൾ, അതിന് ജോലി ചെയ്യാനുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ സ്വറ പറഞ്ഞിരിക്കുമ്പോ കടം വാങ്ങി ഈ ആശുപത്രിയിലെ ഡോക്ടർമാർ പുറത്തേക്ക് ചീട്ടെഴുതി കൊടുക്കുന്നു. തമിഴ്നാട്ടിൽ പോയാൽ നിങ്ങൾക്ക് ഇത്രത്തോളം കാണാൻ കഴിയില്ല. കർണാടകത്തിൽ പോയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയില്ല. എന്തിനേറെ പറയുന്നു, നമ്മൾ എപ്പോഴും കുറ്റം പറയുന്ന ഉത്തർപ്രദേശിൽ പോലും സർക്കാർ ആശുപത്രികളിൽ ഈ പറയുന്ന മെഷീനുകൾ ഒരു പരിധി വരെ കേരളത്തിനപ്പുറം അപ്പുറത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഒരു സ്കാനിങ്ങിന് 3000-വും 4000-വും കൊടുക്കണം. MRI ആണെങ്കിൽ 10,000 കൊടുക്കണം. ലോകത്തിൽ ഇതിന്റെ പ്രൈസ് പരിശോധിച്ചു നോക്കുമ്പോൾ ഇതിന്റെ 4 പോലുമില്ല. പട്ടിണി പാവങ്ങളായ ആഫ്രിക്കൻ രാജ്യത്ത് പോലും ഇതിന്റെ 4 പോലും ചാർജ് ചെയ്യപ്പെടുന്നില്ല. ഈ പരിശോധനകൾ എവിടെയാണ് എത്തുന്നത്? 2000 രൂപക്ക് നടത്തുന്ന സ്കാനിങ് 4000 രൂപ ഈ നാട്ടിലെ പാവപ്പെട്ടവൻ ഈ സ്കാനിംഗ് സെന്ററിൽ കൊണ്ടുപോയി ആ പണമടക്കുമ്പോ കൃത്യമായി ദിവസം വൈകുന്നേരം അതിന്റെ 50%-വും 60%-വും ഈ ചില ഡോക്ടർമാരുടെ അക്കൗണ്ടുകളിലേക്ക്, വീടുകളിലേക്ക് പണം കൊണ്ടു കൊടുക്കുന്ന രീതി ഈ നാട് മുഴുവൻ അവലംബിക്കുക.
സർക്കാർ ആശുപത്രികളിൽ ഒരു സർജറി നടന്നു കിട്ടണമെങ്കിൽ തലേ ദിവസമോ അതിന്റെ ഒരാഴ്ച മുമ്പോ പോയി ഈ പറയുന്ന ഡോക്ടർമാരെ ചിലരെ കാണേണ്ട രീതിയിൽ കണ്ടെങ്കിൽ മാത്രം സർജറികൾ മാത്രം നടക്കുന്ന ആളായി കേരളം മാറി. ആരാണ് ഇതിന് ഉത്തരവാദി? ആരേറ്റെടുക്കുമിത്? ആരാണിത് തിരുത്തേണ്ടത്? ഈ മാഫിയ സംഘങ്ങളുമായി കൈകോർക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ നമ്മുടെ നാടിന്റെ മുക്കിലും മൂലയിലും പ്രവർത്തിക്കുകയാണ്. കമ്മീഷൻ അടിച്ചു പറ്റുന്ന കൂട്ടത്തിൽ ഈ ഡോക്ടർമാരോടൊപ്പം ഈ പാരാമെഡിക്കൽ സ്റ്റാഫിനോടൊപ്പം ഇവർക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് ഇത്തരത്തിലുള്ള കള്ളന്മാരായ ഡോക്ടർമാരെ അതാത് ആശുപത്രികളിൽ നിലനിർത്തി കൊടുക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ്? കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കുന്ന വിഷയമാണ്. എവിടെയാണ് ആശുപത്രിയിൽ നീതി? കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിങ്ങൾക്കറിയാം. ഇന്നും മഞ്ചേരി ആശുപത്രി മെഡിക്കൽ കോളേജ് അല്ല, ഇത് മടക്കൽ കോളേജാണ്. വരുന്ന രോഗികളെ മടക്കി അഴിക്കുന്ന കോളേജ് എന്ന ഖ്യാതി നേടിയിട്ടുള്ള മെഡിക്കൽ കോളേജിന്റെ പേരാണ് നമ്മൾ ഈ നിൽക്കുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജ്. ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ നമുക്ക് കാണാം. ഏകദേശം 19ഓളം കോടി രൂപയുണ്ടാക്കി ചെലവഴിച്ച് വർഷം ഒന്ന് തികയുന്നതിന് മുമ്പ് നിർമ്മിച്ച് പൂർത്തീകരിച്ച കാഷ്വാലിറ്റി അവിടെ കരണ്ട് പോയി, തീപിടുത്തമുണ്ടായി. ആ കാഷ്വാലിറ്റി പൂട്ടിയിട്ട് മാസം 3 കടന്നു പോവുകയാണ്. ആർക്കാണ് ഈ കരണ്ടൊന്നും ശരിയാക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഈ കരണ്ടൊന്നും ശരിയാക്കാത്തത്? ആ കാഷ്വാലിറ്റിയിൽ സർക്കാർ കൊണ്ടുവച്ചിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്കാനിംഗ് മെഷീനുകളും ലാബുകളും അവിടെ പ്രവർത്തിക്കാൻ കഴിയാതെ ജനങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നട്ടം തീരുന്ന അതിദയനീയമായ കാഴ്ച ഈ മലബാറിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടപെടാൻ ആരുമില്ല, ചോദിക്കാൻ ആരുമില്ല. മുമ്പ് ജനങ്ങളിൽ ഇടപെടുമായിരുന്നു, ജനങ്ങളിൽ ചോദ്യം ചെയ്യുമായിരുന്നു. 1.5 വർഷം മുമ്പ് ഈ പിണറായി ഗവൺമെന്റ് കേരളത്തിലെ ഈ പറയുന്ന ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായ ഡോക്ടർമാർക്കും പാരാമെഡിക്കൽ സ്റ്റാഫിനും സംരക്ഷണം നൽകുന്ന ഒരു പുതിയ അമെന്റ്മെന്റ് ബില്ല് കേരളത്തിൽ നിയമസഭയിൽ കൊണ്ടുവന്ന് പാസാക്കി. ഇവിടെ പ്രവർത്തിക്കുന്ന മുഴുവൻ ഡോക്ടർമാർക്കും അവർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു അഭിപ്രായവുമില്ല. അവിടുത്തെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ സംരക്ഷിക്കപ്പെടണം. അവർക്ക് ഭയമില്ലാതെ പ്രവർത്തിക്കാനുള്ള സെക്യൂരിറ്റി അവിടെ ഉണ്ടാവണം. പക്ഷേ അതിലൊരു തർക്കവുമില്ല. പത്തനംതിട്ടയിൽ തലക്ക് വെളിവില്ലാത്ത ഒരു ഡോക്ടറെ കാഷ്വാലിറ്റിയിൽ വെച്ച് കുത്തിക്കൊന്നൊരു സംഭവം, ആ ദയനീയമായ സംഭവം നമുക്കറിയാം. ആ സംഭവത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തുമില്ലാത്ത ആ സംഭവത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തുമില്ലാത്ത പുതിയ ക്ലിനിക്കൽ സെക്യൂരിറ്റി അമെന്റ്മെന്റ് ബില്ല് കേരളത്തിൽ കൊണ്ടുവന്ന് പാസാക്കിയത്. എന്താണ് ആ ബില്ലിൽ പറയുന്നത്? മുംബൈ നാട്ടിലെ ജനങ്ങൾ ഇടപെടുമായിരുന്നല്ലോ. ഇവിടെ ഇരിക്കുന്നവരിൽ പലരും ഈ ആശുപത്രിയുടെ സംരക്ഷണ സമിതിയുടെ നേതാക്കന്മാർ ഈ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. ഇടപെടുമായിരുന്നല്ലോ. ഇവിടുത്തെ സോഷ്യൽ സംഘടനകൾ ഇടപെടുമായിരുന്നല്ലോ. ആശുപത്രിയിൽ ഒരു അനീതി നടന്നാൽ അത് പോയി ജനങ്ങൾ ചോദ്യം ചെയ്യുന്ന, അതിൽ ഇടപെടുന്ന, ജനകീയ ഇടപെടൽ നടക്കുന്ന ഒരു സംവിധാനം, ഒരു സാമൂഹിക ചുറ്റുപാട് കേരളത്തിൽ നിലനിന്നിരുന്നു. ആ ചുറ്റുപാടിന്റെ കടക്കൽ കത്തിവെച്ച നിയമത്തിന്റെ പേരാണ് ഞാൻ ഈ പറയുന്ന 2023 കേരളത്തിൽ പാസാക്കിയ ഈ ക്ലിനിക്കൽ അമെന്റ്മെന്റ് സെക്യൂരിറ്റി ബില്ല്. ഇന്ന് ഈ ആശുപത്രിയിൽ ഒരു അനീതി നടന്നാൽ ഈ മഞ്ചേരിയിലെ അങ്ങാടിയിലെ പരിസരത്തുള്ള ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സംഘടനക്കോ എന്തുകൊണ്ടാണ് ഡോക്ടറെ നിങ്ങൾ ഈ അനീതി നടത്തിയത്? എന്തുകൊണ്ടാണ് സൂപ്രണ്ട് നിങ്ങൾ അത് ഇടപെടാതിരുന്നത്? എന്തുകൊണ്ടാണ് ഡോക്ടറെ ഈ രോഗിക്ക് ചികിത്സ കിട്ടാതെ ഈ രോഗി മരണപ്പെട്ടത് എന്ന് നമ്മൾക്ക് പോയി ചോദിക്കാൻ സാധിക്കുമായിരുന്നു. ഇന്നത് ചോദിച്ചാൽ, അതിൽ ഇടപെട്ടാൽ, മാന്യമായിട്ട് അന്വേഷിക്കാൻ പോയാൽ നിങ്ങളുടെ പേരിൽ PDDP ആക്ട് എടുത്ത് ഡോക്ടറുടെ കൃത്യനിർവഹണത്തിന് തടസ്സപ്പെടുത്തി അദ്ദേഹത്തിന്റെ കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് നിങ്ങളെ 15 ദിവസം ജാമ്യമില്ലാതെ വകുപ്പിട്ട് ജയിലിലടക്കാനുള്ള നിയമമുണ്ടാക്കിയ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ. അറിയോ നിങ്ങൾക്ക്?
നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് തുടങ്ങി ഈ തോന്നിവാസം നടത്താൻ സാമൂഹ്യ വിരുദ്ധരായ ആരോഗ്യ ഉദ്യോഗസ്ഥന്മാർക്ക് വഴിയൊരുക്കി കൊടുക്കുന്ന ജനാധിപത്യ വിരുദ്ധ ബില്ല് ഇന്നൊരു ആശുപത്രിയിലും എന്താണ് ഡോക്ടറെ നിങ്ങൾ ചെയ്തത്, എന്താണ് സൂപ്രണ്ടെ നിങ്ങൾ ആ വിഷയത്തിൽ ഇടപെടാത്തത് എന്ന് ചോദിക്കാൻ പോയിട്ട് ഡോക്ടറുടെ കണ്ണിലേക്ക് രൂക്ഷമായി നോക്കിയാൽ ഈ വകുപ്പ് അനുസരിച്ച് കേസെടുക്കാം. അപ്പൊ പിന്നെ എങ്ങനെ ഇവിടുത്തെ നീതി നടപ്പാക്കപ്പെടും? ആരിടപെടും? മറ്റുള്ളവർക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി സംസാരിച്ചതിനെ ജയിലിലടക്കുന്ന ഈ നിയമം ഇത് കാട്ടാള നിയമമാണ്. അന്ന് ഞാനുമുണ്ട് നിയമസഭയിൽ, ഞാനും MLA ആണ്. ഈ ബില്ല് MLA മാർക്ക് അതിന്റെ ബില്ലിന്റെ കോപ്പി തരും ആദ്യം ചർച്ചയ്ക്ക് മുമ്പായിട്ട്. ഞാൻ ആദ്യം തന്നെ പാർലമെന്ററി പാർട്ടിക്ക് ഞാൻ കത്ത് കൊടുത്തു. ചെയ്യരുത്. ഡോക്ടർമാർക്ക് സംരക്ഷണം കൊടുക്കണം, നഴ്സുമാർക്ക് സംരക്ഷണം കൊടുക്കണം, പാരാമെഡിക്കൽ സ്റ്റാഫിന് സംരക്ഷണം കൊടുക്കണം. അതിന് ഈ രീതിയിലുള്ള ഒരു നിയമമല്ല ഉണ്ടാക്കേണ്ടത്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, ഇത് അപകടകരമാണ്. ഇവിടെ അനീതി പ്രവർത്തിക്കുന്ന, സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ച് ഈ ആശുപത്രിയെ കൈകാര്യം ചെയ്യുന്ന, രാവിലെ 10 മണിക്ക് ആശുപത്രിയിലെത്തി 12 മണിയോടുകൂടി ആശുപത്രിയിൽ നിന്ന് മുങ്ങി സ്വന്തം ക്ലിനിക്കിലേക്ക് ഓടുന്ന ഈ നാട്ടിലെ മനുഷ്യരെ വഞ്ചിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഇത് വലിയ അനുകൂല സാഹചര്യം ഒരുക്കും. ഇത് ജനങ്ങൾ ഇടപെടേണ്ട മേഖലയാണ് ആരോഗ്യം. അവിടെ പൊതുപ്രവർത്തകർക്ക് ഇടപെടാനുള്ള സാഹചര്യം ഇല്ലാണ്ടാക്കുന്ന ഈ ബില്ല് അമെന്റ്മെന്റ് ചെയ്യരുത് എന്ന് അന്ന് കേരളത്തിന്റെ നിയമസഭയിൽ PV അൻവർ പ്രസംഗിച്ചിട്ടുള്ളൂ. പാർട്ടി വിപ്പ് തന്നു വോട്ട് ചെയ്യാൻ. ഞാൻ ആ വിപ്പ് കിട്ടിയ കടലാസ് മേശപ്പുറത്തേക്ക് ഇറങ്ങി ആ ബില്ലിന് അനുകൂലമായ വോട്ട് ചെയ്യാതെ ഇറങ്ങിപ്പോന്നു ഞാനൊന്ന്. ഇന്ന് കേരളം അനുഭവിക്കുന്ന ഇതാണ്. ഈ പ്രതിപക്ഷവും ഉണ്ടല്ലോ ആ നിയമസഭയിൽ. എന്തേ ആ പ്രതിപക്ഷം എന്ന് വായ തുറക്കാതിരുന്നത്? ഇന്ന് ആശുപത്രിയുടെ വികസനം നടക്കുന്നില്ല എന്ന് പ്രസംഗിക്കുന്ന പ്രതിപക്ഷം അന്നുമുണ്ടല്ലോ. അന്നും ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണല്ലോ ആ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ നേതാവ്. എങ്ങനെ ജനങ്ങൾ ഇതിലിടപെടും? ജനങ്ങൾ ഇടപെടാതെ ഇവരൊന്നും മുത്തുനബിമാരല്ല, നമുക്കറിയാം. ഇവരാരും പ്രവാചകന്മാരല്ല. ഇവിടെ മനുഷ്യരെ സഹായിക്കുന്ന ഡോക്ടർ ഹാരിസിനെ പോലെയുള്ളവർ ഈ നാട്ടിലുണ്ട്. അത്തരത്തിലുള്ള 10% 50% ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ നാട്ടിൽ ഇന്ന് ഈ ആശുപത്രികൾ നിലനിൽക്കുന്നത്. നിങ്ങൾക്കറിയുമോ എന്താ ഡോക്ടർ ഹാരിസ് പറഞ്ഞത്? ഈ നാട്ടിലെ പ്രതിപക്ഷമായി മാറേണ്ടി വന്നു ഡോക്ടർ ഹാരിസിന്. PV അൻവർ മാത്രം ഇത് പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് പറയാൻ തുടങ്ങി ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ. എന്താ പ്രതിപക്ഷം ഇത് ആത്മാർത്ഥമായി ഏറ്റെടുക്കാത്തത്? UDFന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നിൽക്കുന്ന ഈ പ്രദേശത്ത് ഒരു സംയുക്തമായിട്ടുള്ള ഒരു സമരം സംഘടിപ്പിച്ചോ? മലപ്പുറം ജില്ലയിലെ UDF ഇവിടെ, മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്നു, കോൺഗ്രസ് മറുഭാഗത്ത് സംഘടിപ്പിക്കുന്നു. എന്റെ പ്രതിപക്ഷത്തിന് ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിലെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ജനങ്ങളെ സംഘടിപ്പിക്കാൻ കഴിയാത്തത്? എവിടെയാണ് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം? എവിടെയാണ് ഈ വിഷയത്തിൽ നിങ്ങൾ ചേരാത്തത്? കേരളത്തിലെ പ്രതിപക്ഷം ഏറ്റെടുത്ത് കേരളത്തിലെ ജനങ്ങളോട് ആവർത്തിച്ച് പറയേണ്ട വിഷയം, അവസാനം ഗതികെട്ടൊരു ഡോക്ടർ ഹാരിസ് കേരളത്തിലെ 3 കോടി ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്, എനിക്ക് നിവൃത്തിയില്ല, ആശുപത്രിയിൽ പ്രവർത്തിക്കാൻ മരുന്നില്ല. ഏറിയ രോഗിയെ തുന്നിക്കെട്ടാൻ നേരത്ത് നോക്കുമ്പോൾ നൂലില്ല, വെച്ച് കെട്ടാൻ പഞ്ഞിയില്ല, മുറിവ് തുടക്കാൻ ഡെറ്റോളില്ല, മരുന്ന് ഏതായാലുമില്ല. ഞാൻ എന്ത് ചെയ്യണം ജനങ്ങളെ എന്ന് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഒരു ഡോക്ടർക്ക്, ഒരു ഗവൺമെന്റ് ഡോക്ടർ ഹാരിസിന് ചോദിക്കേണ്ടി വന്നപ്പോ കേരളത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷമായി മാറി ഈ കേരളത്തിലെ ഒരു ആരോഗ്യ പ്രവർത്തകൻ അല്ലേ? അപ്പൊ ഹാരിസിന് പിന്തുണ നൽകുകയാണ്. ഇവരായിട്ടൊന്നും പറയൂല. ഈ നാട് കുട്ടിച്ചോറാക്കിയ ADGP അജിത് കുമാർ
ഈ ജില്ല കുട്ടിച്ചോറാക്കിയ അന്നത്തെ മലപ്പുറം SP സുജിത് ദാസ് 19 ലക്ഷം ജനങ്ങളെ വർഗീയവാദികളും വിഘടനവാദികളുമാക്കാൻ പരിശ്രമം നടത്തിയവർ 1 കൊല്ലമല്ല 2 കൊല്ലമല്ല 3.25 കൊല്ലം ഈ ജില്ലയിലിരുന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മോശപ്പെട്ട ഒരു ജില്ലയായി, ക്രിമിനലുകളുടെ ജില്ലയായി ഈ ജില്ലയെ മാറ്റി ഈ പറയുന്ന അജിത് കുമാർ സുജിത് ദാസ് ഇടപെട്ടോ? നിങ്ങള് പോലീസിലെ RSS വൽക്കരണം, തെളിവടക്കം, പോലീസിന്റെ സ്വർണ്ണക്കള്ളക്കടത്ത്, കേരളത്തിനെ മൊത്തം ബാധിച്ചിരിക്കുന്ന മയക്കുമരുന്ന് കേസിലെ പോലീസിന്റെ പങ്ക് PV അൻവർ ആവർത്തിച്ച് പറഞ്ഞു. എന്റെ MLA സ്ഥാനം എനിക്ക് രാജിവെക്കേണ്ടി വന്നു കേരളത്തിലെ ജനങ്ങളെ ശ്രദ്ധ കൊണ്ടുവരാൻ. പിണറായിസമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് തൊണ്ട പൊട്ടുമാർ ആവർത്തിച്ച് പറഞ്ഞു. ആ പിണറായിസം ഇവിടെ കൊണ്ടുവന്നപ്പോ 2 ദിവസം ആ പിണറായിസത്തിന് പിന്തുണ പ്രതിപക്ഷത്തിന്റെ വക. എവിടെ പോയി ഇവര്? ആ അജിത് കുമാർ ഇന്നലെ നടത്തിയ ശബരിയിൽ മനയിൽ നടത്തിയ തോന്നിവാസം നമ്മൾ കണ്ടു. ഇന്നും പക്ക ക്രിമിനലായ ഈ പറയുന്ന അജിത് കുമാറിനെ വെച്ച് പോലീസിനെ വീണ്ടും വാഴിക്കുന്നു. DGPയുടെ പദവിയിലേക്ക് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്തയക്കുന്നു. പ്രതിപക്ഷ നേതാവിനോട് നേരിട്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ എതിർക്കണം, സമരരംഗത്തിറങ്ങണം, ഇതിനെതിരെ നിങ്ങൾ പ്രസ്താവന കൊടുക്കണം. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഈ പറയുന്ന രാഷ്ട്രപതിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റിന് ഈ കാട്ടുകള്ളന്റെ അജിത് കുമാറിന്റെ പേര് റെക്കമെൻഡ് ചെയ്തു. പിണറായി വിജയൻ കേരളത്തിൽ നിന്ന് പാടില്ലെന്ന് പറഞ്ഞു. മിണ്ടിയോ പ്രതിപക്ഷം? ഈ ജില്ല കുട്ടിച്ചോറാക്കിയ സുജിത് ദാസ് താമസിക്കുന്ന ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരം വരെ മുറിച്ച് കടത്തിയ കാട്ടുകള്ളൻ ഈ സ്വർണ്ണക്കടത്തിനും ഈ പറയുന്ന ഇവിടുത്തെ മയക്കുമരുന്നിനും കച്ചവടത്തിനും കൂട്ടുനിന്ന് കോടികൾ ഈ ജില്ലയിൽ നിന്ന് അടിച്ചു മാറ്റിപ്പോയി. താൽക്കാലികമായി ഞാൻ ശബ്ദമുണ്ടാക്കിയപ്പോൾ 6 മാസത്തിന് സസ്പെൻഡ് ചെയ്തു വിട്ടു. അന്വേഷണം പോലും പൂർത്തിയാക്കാതെ സംസ്ഥാന പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ മാസം വീണ്ടും കുടിയിരുത്തി. മിണ്ടിയോ പ്രതിപക്ഷം? എന്തേ മിണ്ടാത്തത്? എന്താ പറയാത്തത്? എന്താ നിങ്ങൾക്ക് തടസ്സം? ആരാണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്? നിങ്ങളും ഇവരും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതാണ് പൊളിറ്റിക്കൽ നെക്സസ്. ആ പൊളിറ്റിക്കൽ നെക്സസിന്റെ ഭാഗം തന്നെയാണ് ഈ മെഡിക്കൽ കോളേജ് ഈ കോലത്തിൽ കിടക്കുന്നത്. ജനങ്ങളുടെ അടിസ്ഥാനപരമായ ജീവിക്കാനുള്ള അവകാശത്തെ ഇവിടെ ചോദ്യം ചെയ്യുമ്പോ ഞങ്ങളെപ്പോലെ 4 ആളുള്ള ഒരു പാർട്ടി ഇവിടെ ഒരു ബാനർ വലിച്ചു കെട്ടി ഞങ്ങൾ നടത്തുന്ന ഈ പ്രതിഷേധ സമരമല്ല ഈ ജില്ലയിൽ നടക്കേണ്ടത്. ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. പരിമിതി ഇല്ലാത്തവരാണ് ഈ പറയുന്ന UDF. ഈ ജില്ലയിൽ ആൾക്ക് കുറവുണ്ടോ? നേതാക്കന്മാർക്ക് കുറവുണ്ടോ? പാർട്ടി പ്രവർത്തകർക്ക് കുറവുണ്ടോ? ഈ ജില്ലയെയും ഈ സംസ്ഥാനത്തെയും സ്തംഭിപ്പിക്കാൻ ശേഷിയുള്ള 2 പാർട്ടികൾ ഇതുപോലെ ഇവിടെ ഒരു തുണി വലിച്ചു കെട്ടി പ്രതിഷേധം മാത്രം രേഖപ്പെടുത്തി ഈ വിഷയത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കി പിരിച്ചു പോരുന്ന സമരാഭാസം അതാണോ നിങ്ങൾ നടത്തേണ്ടത്? അതാണോ നിലപാട്? അവിടെയാണ് വിഷയം. ഇതിനൊക്കെ പിന്നിൽ മറ്റൊരു നെക്സസ് പ്രവർത്തിക്കുന്നു. ഈ സർക്കാർ ആശുപത്രികളുടെ മുന്നിൽ പൊട്ടിമുളക്കുന്ന, നമ്മൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഈ 100 കണക്കിന് സ്ഥാപനങ്ങൾ, ആരാണ് ഇതിന്റെ പിന്നിൽ? ഈ കമ്മീഷൻ അടിച്ചു മാറ്റുന്ന കൂട്ടത്തിൽ ഭരണപക്ഷത്തിന് മാത്രമല്ല പ്രതിപക്ഷത്തിന്റെ ചില ആളുകൾക്കും ആഴ്ചയിൽ വീട്ടിൽ പൈസ എത്തുന്നുണ്ട് എന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? അവിടെയാണ് വിഷയം. അവിടെയാണ് കേരളത്തിന്റെ കാതലായ വിഷയം. ഈ മുനിസിപ്പാലിറ്റി എന്തെല്ലാം പ്രശ്നങ്ങൾ, പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന നിരവധിയായ വിഷയങ്ങൾ. എന്താ ജനങ്ങൾ പരസ്പരം സംസാരിക്കുന്നത്? പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭരണപക്ഷത്തിന്റെ തെറ്റ് തിരുത്താൻ, ചൂണ്ടിക്കാണിക്കാൻ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന അധികാരമാണ് പ്രതിപക്ഷം. മഞ്ചേരിയിലെ മുനിസിപ്പാലിറ്റിയിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് എത്രമാത്രം കഴിയുന്നുണ്ട്? ഞാൻ പറയുന്നതല്ല, ഈ മഞ്ചേരിയിലെ ജനങ്ങൾ പറയുന്നു. അതിന്റെ അകത്തെത്തിയാൽ ഇവരൊന്നാണ്, കച്ചവടത്തിൽ ഇവരൊന്നാണ്, റോഡുകൾ ടാറിടുന്നതിൽ ഒന്നാണ്, കമ്മീഷൻ അടിക്കുന്നതിൽ ഇവരൊന്നാണ്. എന്റെ വാക്കല്ല, ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വാക്കാണ്.
അപ്പോ സംസ്ഥാനത്തുള്ള നെക്സസ് മാത്രമല്ല, ജില്ലയിലുള്ള നെക്സസ് മാത്രമല്ല, മുനിസിപ്പാലിറ്റിയിലുള്ള പൊളിറ്റിക്കൽ നെക്സസ് മാത്രമല്ല, എന്തിനേറെ പറയുന്നു ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷം പോലും ഭരണപക്ഷത്തോടൊപ്പം ഒട്ടിച്ചേർന്ന് ചക്കര കുറത്തിൽ നിന്ന് കൈയിട്ട് വാരുന്ന രാഷ്ട്രീയത്തിലേക്ക് കേരളം മതപ്പതിച്ചിരിക്കുന്നു. അവിടെയാണ് ജനങ്ങളുടെ നീതി നിഷേധിക്കപ്പെടുന്നത്. അതിന്റെ ബാക്കി പത്രമാണ് ഈ ആശുപത്രി. ഈ ജനറൽ ആശുപത്രിയുടെ മാറ്റുന്നതിന്റെ പിന്നിലും നമ്മൾ ഓരോന്ന് പരിശോധിച്ചു വന്നാൽ നമുക്ക് കാണാൻ കഴിയും. ഈ നെക്സസ് പൊളിറ്റിക്സിന് ഒരു മാറ്റം ഉണ്ടാകണം. ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ ഏറ്റെടുക്കുന്നവർക്ക് ആ വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ധാർമ്മിക പിന്തുണ നൽകണം. അതിന് ജനങ്ങൾ തയ്യാറാവാത്തോടത്തോളം കാലം ഈ നെക്സസ് പൊളിറ്റിക്സും ഈ അഴിമതിയും ഈ അനീതിയും ഈ രാജ്യത്ത് കൊടികുത്തി വാഴും എന്ന കാര്യത്തിന് ഒരു ചരിത്രവുമില്ല. ആ മാറ്റത്തിന് വേണ്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്. മലബാറിലെ 4 ജില്ലകളെ 3 ജില്ലകൾ കൂടിയായി വിഭജിക്കണമെന്ന് പറയുന്ന സമരജാഥയിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. നീതി നിഷേധിക്കപ്പെടുന്ന ജില്ലകളായി മലബാറിലെ മുഴുവൻ ജില്ലകളും മാറി. ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, തൊഴിൽ രംഗം, ഗതാഗതം തുടങ്ങിയിട്ട് മുഴുവൻ മേഖലകളിലും ഈ ജനസംഖ്യ കൊണ്ട് വീർപ്പുമുട്ടുന്ന ഈ ജില്ലക്ക്, ഈ മലബാറിന് ആശ്വാസമേകുന്ന രീതിയിലുള്ള പൊളിറ്റിക്കൽ ആശയങ്ങളുമായി ഞങ്ങൾ രംഗത്തിറങ്ങാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ജനങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഒരുപാട് കാലമായി ആർക്കൊക്കെയോ വേണ്ടി ചിന്തിച്ചവർ, ഇന്നും മറ്റാർക്കെയോ വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർ, ഇന്നും മറ്റാർക്കോ വേണ്ടി രാഷ്ട്രീയ ന്യായാന്യായങ്ങൾ നിരത്തുന്ന ജനങ്ങൾ, നിങ്ങളാണ് ആലോചിക്കേണ്ടത്. ഈ കേരളത്തിലെ മറ്റു ജില്ലകളിൽ, മലബാറിനപ്പുറമുള്ള ജില്ലകളിൽ 11 ലക്ഷം ആളുകൾക്ക് ഒരു മെഡിക്കൽ കോളേജ് എങ്കിൽ 25 ലക്ഷം ജനങ്ങൾക്കെങ്കിലും ഒരു മെഡിക്കൽ കോളേജ് ഞങ്ങൾക്ക് വേണം. ഞങ്ങൾക്ക് പുതിയ താലൂക്ക് ആശുപത്രികൾ വേണം. ഞങ്ങൾക്ക് പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം. ഈ പറയുന്ന തിരുവനന്തപുരത്തും മറ്റു ജില്ലകളിലും 11ാം ക്ലാസ്സിൽ 60, 20, 30, 15, 20 കുട്ടികൾ പഠിക്കുന്നു എന്ന് സർക്കാരിന്റെ കണക്ക്. ഇവിടെ +1 കഴിയുന്ന കുട്ടികൾക്ക് പഠിക്കാൻ ക്ലാസ്സില്ല, റൂമില്ല. 70, 80, 90 കുട്ടികൾ അട്ടിക്ക് മേലെ അട്ടിക്കിട്ട് ഇവിടെ വിദ്യാഭ്യാസം നടത്തുന്ന മൈക്കിലൂടെ ക്ലാസ് എടുക്കേണ്ട ഗതികേടുള്ള ജില്ലയുടെ പേരാ മലപ്പുറം. അവിടെ മാറ്റം വരണം. ഈ ആശുപത്രിയുടെ പ്രശ്നം പോലെ തന്നെ നമ്മൾ നേരിടുന്ന റവന്യൂ വിഷയങ്ങള്, ആ വിഷയങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത് ജില്ലയിലെ ജനങ്ങളുമായി സംവദിക്കുന്ന സെമിനാറുകളും ജാഥകളുമായി കേരളത്തിലെ മലബാറിലെ സാധാരണക്കാരായ നീതി നിഷേധത്തിനെതിരെ അതിശക്തമായ സമരം തുടങ്ങുന്ന ചർച്ചയിലാണ് നമ്മൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും ഈ ജനറൽ ആശുപത്രി ഇവിടുന്ന് പറിച്ചു നടാം, ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കാം എന്ന ധാരണയോടുകൂടി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, തീരുമാനമെടുത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഇതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന അബ്ദുറഹിമാൻ മന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ നീതി പാലിക്കണം. കടലോര മേഖലയിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, വളരെ രൂക്ഷമാണ്, തർക്കമില്ല. അവിടെ ആ മനുഷ്യർക്കായി നിങ്ങൾ ആശുപത്രി നിർമ്മിച്ചു കൊടുക്കണം. അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഈ കിഴക്കൻ ഏറനാടിന്റെ കിഴക്കൻ മലപ്പുറം ജില്ലയുടെ 5-8 ജില്ലയിലെ മണ്ഡലങ്ങളിലെ 10-35 ലക്ഷം ജനങ്ങൾക്ക് വരുന്ന ഏക ആശ്രയമായ ഈ മെഡിക്കൽ കോളേജിന്റെ കയ്യും കാലും ദയവായി വെട്ടി നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകരുത്. ഞങ്ങൾക്കും ഇവിടെ ജീവിക്കണം. നിങ്ങൾ ന്യായമായി ചിന്തിക്കണം. ഈ വിഷയത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം. ഈ തീരുമാനത്തിൽ അതിന് നിങ്ങൾ മാന്യമായി തയ്യാറാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നതോടൊപ്പം, അതല്ല മറിച്ചുള്ള തീരുമാനമെങ്കിൽ അതിന് നിങ്ങൾ അനുവദിക്കില്ല. ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള സമര പോരാട്ടത്തിലേക്ക് ഞങ്ങൾ കടക്കുമെന്ന് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളായ തൃണമൂൽ കോൺഗ്രസിന്റെ ഈ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലെത്തിയ മുഴുവൻ പ്രാദേശിക നേതാക്കന്മാർക്കും മറ്റു നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും നാട്ടുകാർക്കും ഹൃദയപൂർവ്വം നിങ്ങളുടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തിപരമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
പ്രതിഷേധ സമരം സിന്ദാബാദ്. പ്രതിഷേധ സമരം സിന്ദാബാദ്. TMC സിന്ദാബാദ്. മമതാ ബാനർജി സിന്ദാബാദ്. PV അൻവർ സിന്ദാബാദ്. മഞ്ചേരിയിലെ ആശുപത്രി താലൂരിലേക്ക് മാറ്റാനുള്ള പിണറായിയുടെ തിട്ടൂരത്തെ വ്യാപാരി വന്ന പ്രതിഷേധിക്കും. വ്യാപാരികളെ എന്നെ വിളിച്ചിരുന്ന ആരെങ്കിലും TMC സിന്ദാബാദ്. മമതാ ബാനർജി സിന്ദാബാദ്. PV അൻവർ സിന്ദാബാദ്.